Good morning, students. In the last video, we have seen the problems of partnership dissolution. So now we'll continue with the last session. Now we'll go to the second problem. അപ്പം നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Following is the balance sheet of X and Y as on 31st December 2017, who were sharing profits and losses in the ratio of 3:1. ഇതുപോലെ തന്നെ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. 31st ഡിസംബറിന് ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുന്നു. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:1. ബാലൻസ് ഷീറ്റ് താഴെ തന്നിട്ടുണ്ട്. അപ്പം അസറ്റ് സൈഡ് നോക്കാം. ക്യാഷ് 20,000, ബാങ്ക് 560, ഡെപ്റ്റേഴ്സ് 2,400, സ്റ്റോക്ക് 4,000, ഇൻവെസ്റ്റ്മെന്റ് 12,400, പ്ലാന്റ് ആൻഡ് മെഷീനറി 4,000, ഗുഡ്വിൽ 3,000, പേറ്റന്റ് 1,160. അതേപോലെ ലൈബിലിറ്റി സൈഡ് ക്രെഡിറ്റേഴ്സ് 27,520, മിസ്സിസ് എക്സ് ലോൺ 4,000, വൈസ് ലോൺ 6,000, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് 2,000, വർക്ക്മാൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് 4,000, ക്യാപിറ്റൽ എക്സ് 3,200, വൈ 800. അപ്പൊ ടോട്ടൽ 47,520. അടുത്തതായിട്ട് നോക്കാം. ദ പാർട്ട്നേഴ്സ് ഡിസൈഡഡ് ടു ഡിസോൾവ് ദ ബിസിനസ് ആസ് ഓൺ 31st December 2017 ഫോർ ദി ഫോളോയിങ് പർപ്പസ്. 31st December 2017 കംപ്ലീറ്റും ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ രണ്ട് പാർട്ട്നേഴ്സും കൂടി തീരുമാനിക്കുന്നു. അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് താഴെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കാം. വൈ എഗ്രീഡ് ടു ടേക്ക് ഓവർ ദ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ആൻ എഗ്രീഡ് വാല്യൂ ഓഫ് ₹10,000. വൈ എന്ന് പറഞ്ഞ പാർട്ട്ണർ അസറ്റ് ആയിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് പൂർണ്ണമായിട്ടും വൈ ഏറ്റെടുക്കുന്നു. അത് ₹10,000 ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഏറ്റെടുക്കുന്നത്. അടുത്തത് ദ അതർ അസറ്റ് റിയലൈസ്ഡ് ആസ് ഇറ്റ് ഫോളോസ്. അതായത് ഇനി എന്തെല്ലാം അസറ്റുകൾ വിറ്റതായിട്ട് പറയുന്നുണ്ട്. സ്റ്റോക്ക് 3,000, ഡെപ്റ്റേഴ്സ് 7,400, ഇൻക്ലൂഡിംഗ് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ₹5,000. അപ്പൊ 7,400 ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്തതായിട്ടും പറയുന്നുണ്ട് ₹5,000. അടുത്ത പ്ലാന്റ് ആൻഡ് മെഷീനറി 6,000. അപ്പൊ ഈ 3 അസറ്റുകളാണ് ഇവിടെ റിയലൈസ് ചെയ്തതായിട്ട് പറയുന്നത്, അതായത് വിൽക്കുന്നതായിട്ട് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ റിയലൈസേഷൻ എക്സ്പെൻസസ് വേർ ₹2,000. മൊത്തത്തിൽ ഉണ്ടാകുന്ന ബിസിനസ് ഡിസോൾവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കംപ്ലീറ്റ് എക്സ്പെൻസ് 2,000. ദ ക്രെഡിറ്റേഴ്സ് എഗ്രീഡ് ടു ആക്സെപ്റ്റ് ₹25,000 ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ദെയർ ക്ലെയിം. അതായത് ക്രെഡിറ്റേഴ്സ് മൊത്തം പറഞ്ഞ ₹25,000 അവർക്ക് മൊത്തം സെറ്റിൽ ചെയ്ത് ക്ലെയിം ചെയ്താൽ മതി. നമുക്ക് ബാലൻസ് ഷീറ്റ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞ 27,520. അതിൽ ₹25,000 മാത്രം അവർക്ക് കൊടുത്താൽ മതി എന്നാണ് ഇവിടെ ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഗുഡ്വിൽ ആൻഡ് പേറ്റന്റ് വെയർ ടേക്കൺ ഓവർ ബൈ എക്സ് അറ്റ് ബുക്ക് വാല്യൂസ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന നോൺ ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ് പേറ്റന്റും ഗുഡ്വില്ലും പൂർണ്ണമായിട്ടും എക്സ് എന്ന് പറയുന്ന പാർട്ട്ണർ ഏറ്റെടുക്കുന്നു. അത് ഏറ്റെടുക്കുന്നത് ബുക്ക് വാല്യൂലാണ്. ലാസ്റ്റ് വൺ ഓഫ് ദ വർക്കേഴ്സ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ആൻഡ് ₹2,500 വേവ് പേയബിൾ ഫോർ ഹിസ് ട്രീറ്റ്മെന്റ്. അതായത് വർക്കേഴ്സ് നമുക്ക് ബാലൻസ് ഷീറ്റിനകത്ത് കണ്ടായിരുന്നു. വർക്ക്മാൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് അത് 4,000 ആണുള്ളത്. അതിൽ ₹2,500 പേയ്മെന്റ് നടത്തുന്നു. അതായത് ഉള്ള എംപ്ലോയീസ്, അതായത് ഒരു വർക്കറിന് ആക്സിഡന്റ് മൂലം അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ₹2,500 പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് അങ്ങനെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ഇവിടെ വിനിയോഗിക്കുന്നത്. അപ്പം അങ്ങനെ അതിൽ ₹4,000 നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. അതിൽ ₹2,500 കംപ്ലീറ്റ് ആയിട്ടും ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് കൊടുക്കുന്നു. ബാക്കി വരുന്ന 1,500 ഇനി പറഞ്ഞിരിക്കുന്ന പാർട്ട്നേഴ്സിന് തമ്മിൽ വീതിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. Give journal entries and prepare realization account, partners capital account, partners loan account and cash or bank account. അപ്പൊ നമുക്കിനി സൊല്യൂഷനിലോട്ട് പോവാം. അപ്പൊ നമുക്കിനി എൻട്രീസിലോട്ട് പോവാം. ഒന്നാമത്തെ എൻട്രി ഓർഡർ പോലെ തന്നെ അസറ്റുകളെല്ലാം എന്തെല്ലാം റിയലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് ടു സ്റ്റോക്ക് ടു ഇൻവെസ്റ്റ്മെന്റ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി ടു ഗുഡ്വിൽ ടു പേറ്റന്റ്. ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കംപ്ലീറ്റ് ബുക്ക് വാല്യൂലാണ്. അത് മൊത്തം റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്ററിനകത്ത് 26,960 ഇവിടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡെപ്റ്റേഴ്സ് 2,400, സ്റ്റോക്ക് 4,000, ടു ഇൻവെസ്റ്റ്മെന്റ് 12,400, ടു പ്ലാന്റ് ആൻഡ് മെഷീനറി 4,000, ടു ഗുഡ്വിൽ 3,000, ടു പേറ്റന്റ് 1,160. അപ്പം ഇത്രയും അസറ്റുകൾ പൂർണ്ണമായിട്ടും റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഓർഡറിനകത്ത് രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ
അത് നമ്മൾ ഈ പറഞ്ഞ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻട്രി ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ, അത് 2000 റുപ്പീസ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടും അതേപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ജോയിന്റ് ലൈഫ് പോളിസി, ഇതൊക്കെ കംപ്ലീറ്റും ഓരോ പ്രൊവിഷനാണ്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റും പ്രൊവിഷൻസിനൊക്കെ നമ്മൾ പ്രത്യേകം വേണം എൻട്രീസ് പാസ് ചെയ്യാൻ. അപ്പം അത് ഈ പറഞ്ഞിരിക്കുന്ന റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്തത് എക്സ്റ്റേണൽ ലൈബിലിറ്റീസ്. അസറ്റ് പാസ് ചെയ്ത പോലെ തന്നെ ലൈബിലിറ്റീസിന് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രീസ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 27,520, മിസ്സിസ് എക്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ 4,000, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ 2,500, ടു റിയലൈസേഷൻ 34,020. അപ്പം ഇത്രയും ലൈബിലിറ്റീസ് ആണ് ഇവിടെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ബാലൻസ് ഷീറ്റിൽ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം. ബാലൻസ് ഷീറ്റിനകത്ത് വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അഡ്ജസ്റ്റ്മെന്റും പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പൊ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ബാലൻസ് ഷീറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് 4,000, അഡ്ജസ്റ്റ്മെന്റ് ഈ അഡ്ജസ്റ്റ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ 2,500 റുപ്പീസ് ഒരു വർക്കറിന്റെ ആക്സിഡന്റ് പ്രമാണിച്ച് പേയ്മെന്റ് കൊടുക്കാനായിട്ട് നമ്മൾ 2,500 ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ബാലൻസ് ഷീറ്റിനകത്ത് ഈ ഒരു ഐറ്റം മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ അങ്ങനെ വരുമ്പം വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ഒരു കാരണവശാലും റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അന്നേരം വരുന്ന എൻട്രി വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. ഒരു അഡ്ജസ്റ്റ്മെന്റും പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോലെ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് 2,500 ആണ് കംപ്ലീറ്റ് ലൈബിലിറ്റി ആയിട്ട് കൊടുത്തു തീർക്കുന്നത്, അല്ലെങ്കിൽ 2,500 റുപ്പീസ് ആണ് പേയ്മെന്റ് ആയിട്ട് ആ വർക്കറിന് കൊടുക്കുന്നത്. അപ്പം അതാണ് നമ്മൾ അത്രയും ട്രാൻസ്ഫർ ചെയ്യുന്നത്. മിച്ചം വരുന്ന എമൗണ്ട്, അതായത് 4,000ൽ നിന്ന് 2,500 പോയി കഴിഞ്ഞാൽ ബാക്കി 1,500 അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത എൻട്രി നോക്കാം. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. വൈ പൂർണ്ണമായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞായിരുന്നു, ഒരു അസറ്റ് ഏറ്റെടുക്കുന്നു. അപ്പം എൻട്രി വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ 10,000. ഇനി അടുത്തത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് ആൻഡ് മെഷീനറി റിയലൈസ്ഡ്. 3 അസറ്റ് മാത്രമേ റിയലൈസ് ചെയ്യുന്നുള്ളൂ. അതായത് സ്റ്റോക്കും ഡെപ്റ്റേഴ്സും മെഷീനറി മാത്രമേ വിൽക്കുന്നുള്ളൂ. അത് വിറ്റ് കിട്ടുന്നത് 16,400 റുപ്പീസ് ആണ് വിറ്റ് കിട്ടുന്ന എമൗണ്ട്. ഇനി റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് 2,000 റുപ്പീസ്. അപ്പൊ അതാണ് എൻട്രി. അടുത്തത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഓഫ്. അതായത് നമ്മുടെ ഈ കയ്യിലുള്ള ലൈബിലിറ്റീസ് കുറെയൊക്കെ നമ്മൾ പേ ചെയ്യുന്നു. അതായത് ലൈബിലിറ്റീസ് ഉള്ളതൊക്കെ നമ്മൾ പേ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് പേ ഓഫ് 25,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ്. അതായത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് 27,520 റുപ്പീസ് ആണ് 27,520 റുപ്പീസ് ആണ് ക്രെഡിറ്റേഴ്സിന് ഉള്ളത്. അപ്പം അതിൽ 25,000 റുപ്പീസ് മാത്രം ക്രെഡിറ്റേഴ്സ് തന്നാൽ മതി എന്ന് പറയുന്നു. അപ്പം അത് പേ ഓഫ് ചെയ്യുന്നു. അതിന്റെ എൻട്രിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ക്രെഡിറ്റേഴ്സ് പേ ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇനി എക്സ് എന്ന് പറയുന്ന പാർട്ട്ണർ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ് ഗുഡ്വില്ലും പേറ്റന്റും ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. എൻട്രി എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ഗുഡ്വിൽ ആൻഡ് പേറ്റന്റ് ടേക്ക് ഓൺ ഓവർ. മൊത്തം കൂടി 4,160. ഇനി അടുത്തത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലൈബിലിറ്റി ഫോർ കോമ്പൻസേഷൻ പെയ്ഡ് ഓഫ് 2,500. അതായത് വർക്ക്മാന്റെ കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് 4,000 രൂപ ഉണ്ടായിരുന്നു. അതിൽ 2,500 ഒരു വർക്കറിന് ആക്സിഡന്റ് മൂലം നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന്റെ എൻട്രിയാണ് ഒരു ലൈബിലിറ്റി കൊടുത്തു തീർക്കുന്നു. അപ്പം റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 2,500 സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം കാണിക്കാൻ. ഒരിക്കലും ക്രെഡിറ്റേഴ്സിന്റെ കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് കാണിക്കാൻ പാടില്ല. ഇനി അടുത്തത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ ഫ്രം മിസ്സിസ് എക്സ് പെയ്ഡ് ഓഫ് 4,000. മിസ്സിസ് എക്സിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്ന 4,000 റുപ്പീസ് അതും പേ ചെയ്യുന്നു. അതിന്റെ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 4,000. അപ്പം ഇനി അടുത്ത എൻട്രി വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ക്യാപിറ്റൽ ടു വൈസ് ക്യാപിറ്റൽ. അതായത് വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ 4,000 റുപ്പീസ് ആയിരുന്നു. അതിൽ 2,500 പേ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി വരുന്നതാണ് 1,500. അപ്പം ഈ 1,500 എക്സിനും വൈനും ഈ രണ്ട് പാർട്ട്നേഴ്സിനും കൂടി വീതിച്ചു കൊടുക്കുന്നു. കാരണം ഈ എമൗണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സിനും വൈക്കും
3:1 റേഷ്യോ നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്. ടു എക്സ് ക്യാപിറ്റൽ 1500 ഇൻറ്റു 3:4 1125. ടു വൈസ് ക്യാപിറ്റൽ 1500 ഇൻറ്റു 1/4 375. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഷെയർഡ്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. എന്തെങ്കിലും വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൻട്രി അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ലൈബിലിറ്റീസിന്റെ കൂടെ ക്ലബ്ബ് ചെയ്ത് കാണിക്കുക. അതായിരുന്നു നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത്. രണ്ടാമത് പറയുന്ന എൻട്രിയാണ് ഇത്. റിയലൈസേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് ലൈബിലിറ്റി ഫോർ കോമ്പൻസേഷൻ പെയ്ഡ് ഓഫ് 2500 ആയിട്ട് പേ ചെയ്തതായിട്ട് പറയുന്നത്. അടുത്ത ലാസ്റ്റ് മൂന്നാമത്തെ എൻട്രിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് മിച്ചം വരുന്ന എമൗണ്ട് അത് പാർട്ട്നേഴ്സ് തമ്മിൽ അവരുടെ റേഷ്യോയിൽ വീതിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ റേഷ്യോയിൽ വീതിച്ച് കൊടുക്കുക. അപ്പം ഈ 3 എൻട്രിയാണ് അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റും ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ല. ബാലൻസ് ഷീറ്റിനകത്ത് ബുക്ക് വാല്യൂ മാത്രം അതിന്റെ തന്നിട്ടുള്ളെങ്കിൽ അന്നേരം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇതുപോലെ എഴുതിയിട്ട് നേരെ അങ്ങ് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോയിൽ അങ്ങ് വീതിച്ചു കൊടുത്താൽ മാത്രം മതി. റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യം വരുന്നതേ ഇല്ല. അപ്പൊ ഇനിയുള്ള നമുക്ക് താഴോട്ടുള്ള എൻട്രി ഇപ്പൊ എഴുതരുത്. അത് കംപ്ലീറ്റും നിങ്ങൾ സ്പേസ് വിട്ടിട്ട് വേണം. അതായത് റിയലൈസേഷൻ പ്രോഫിറ്റും വൈക്കും എക്സിനും എത്രത്തോളം ഫൈനൽ പേയ്മെന്റ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം കൊണ്ടുവരാനുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇനി. അപ്പം ഇത് ഇവിടെ വരെ എഴുതി നിർത്തിയതിനു ശേഷം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സുകളെല്ലാം വരച്ചതിന് ശേഷം മാത്രമേ ഇനി താഴോട്ടുള്ള എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ എൻട്രീസ് വെച്ച് ഇനി പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. Realization account debtor to debtors 2400, to stock 4000, to investment 12,400, to plant and machinery 4000, to goodwill 3000, to patent 1160, to bank realization expense 2000, to bank creditors 25,000, to bank liability for compensation ആണിത് 2500. അതേപോലെ ടു ബാങ്ക് ലോൺ ഫ്രം മിസ്സിസ് എക്സിന് ലോൺ എടുത്തത് 4000. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ബൈ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് 2000, അതായത് പ്രൊവിഷൻ ആണ്. ബൈ ക്രെഡിറ്റേഴ്സ് 27,520, ബൈ മിസ്സിസ് എക്സ് ലോൺ 4000, ബൈ വർക്ക്മാൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് 2500, ബൈ വൈസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 10,000, ബൈ ബാങ്ക് അസറ്റ് റിയലൈസ്ഡ് 16,400. 3 അസറ്റ് നമ്മൾ റിയലൈസ് ചെയ്യുന്നുള്ളായിരുന്നു. ബൈ എക്സ് ക്യാപിറ്റൽ ഗുഡ്വിൽ ആൻഡ് പേറ്റന്റ് 4,160. അപ്പം ഇത്രയെല്ലാം കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയതിനു ശേഷം നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് വരുന്നതെന്ന് പറയുന്നത് മൊത്തം 6,120 റുപ്പീസ് ആണ്. ഇത് നമ്മൾ എക്സിനും വൈക്കും രണ്ടുപേർക്കും വീതിച്ചു കൊടുക്കുന്നു. എക്സിനും വൈക്കും 3:1 റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. ടു എക്സ് ക്യാപിറ്റൽ 6,120 ഇൻറ്റു 3/4 4,590. ടു വൈസ് ക്യാപിറ്റൽ 6,120 ഇൻറ്റു 1/4 1,530. മൊത്തം നമുക്ക് പ്രോഫിറ്റ് 6,120 ആണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ 3:1 റേഷ്യോയിൽ രണ്ട് പാർട്ട്നേഴ്സിനും വീതിച്ചു കൊടുക്കുന്നു. ടോട്ടൽ 66,580. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിയലൈസേഷന്റെ പ്രോഫിറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ആ എൻട്രി അങ്ങ് പോസ്റ്റ് ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അതായത് ടു എക്സ് ക്യാപിറ്റൽ ടു വൈസ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 6,120. അത് 3:1 റേഷ്യോയിൽ വീതിക്കുന്നു. 4,590 1,530. അപ്പം റിയലൈസേഷൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പം ഇതാണ് നമ്മൾ ഓരോ അക്കൗണ്ടും വരച്ച് അതിന്റെ എൻട്രി അതാ സമയത്ത് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം അടുത്ത ഇനി വൈസ് ലോൺ അക്കൗണ്ട്. വൈ എടുത്തിരിക്കുന്ന വൈക്ക് കൊടുക്കേണ്ട ലോണിന് കൊടുക്കേണ്ട, അതായത് വൈ കംപ്ലീറ്റ് ആയിട്ടും ലോൺ എടുത്തിരിക്കുന്നതിന്റെ വൈയുടെ പേരിൽ ലോൺ എടുത്തിരിക്കുന്ന കമ്പനി. അപ്പൊ എൻട്രി വൈസ് ലോൺ അക്കൗണ്ട് ആയിട്ട് അതിന്റെ എൻട്രി വൈസ് ലോൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അത് വൈസ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 6,000. ഈ 6,000 ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 6,000 തന്നെ വരും. ഓപ്പണിംഗ് ബാലൻസ് തന്നെയായിരുന്നു. അപ്പം അത് 6,000. അഡീഷണൽ ആയിട്ട് ആ വർഷത്തിനായിട്ട് യാതൊരു ലോണും പിന്നീട് വൈ നൽകിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 6,000 തന്നെ ഇവിടെ കാണിക്കുന്നു. ഇനി എൻട്രി നോക്കാം. എൻട്രി ലോണിന്റെ പേയ്മെന്റ് കൊടുത്തു. വൈസ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ ഫ്രം വൈ പെയ്ഡ് ഓഫ് 6,000. അപ്പം അങ്ങനെ ഓരോ അക്കൗണ്ടും വരച്ച് ഓരോ അക്കൗണ്ടിന്റെ ബാലൻസ് വെച്ച് വേണം ഇനി നമ്മൾ എൻട്രി എഴുതി പോകാൻ. അടുത്തതായിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് 10,000. വൈ ആണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്, ഇൻവെസ്റ്റ്മെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അടുത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ ഗുഡ്വില്ലും പേറ്റന്റും എക്സ് ഏറ്റെടുക്കുന്നു 4,160. അതുപോലെ തന്നെ ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ
ഓപ്പണിംഗ് ബാലൻസ് രണ്ടുപേരുടെ 3,200 വൈ 800. ബൈ വർക്ക്മാൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് അത് മിച്ചം ഉണ്ടായിരുന്നത് 1,500 ആയിരുന്നു. അതായത് 4,000-ൽ 2,500 പേയ്മെന്റ് കൊടുത്തതിനു ശേഷം 1,500 ആയിരുന്നു മിച്ചമുള്ളത്. അത് 3:1 റേഷ്യോയിൽ വീതിക്കുന്നു. അതായത് എക്സിന് 1,125 വൈക്ക് 375 കിട്ടുന്നു. ഇനി ബൈ റിയലൈസേഷൻ പ്രോഫിറ്റ് എക്സിന് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് 4,590, വൈക്ക് കിട്ടിയിരിക്കുന്ന 1,530. അപ്പം നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ എക്സിന്റെ ടോട്ടൽ വരുന്നത് 8,915. അപ്പം എക്സിന്റെ ഡെബിറ്റ് സൈഡ് ആണ് കുറവ്. അപ്പൊ നമുക്ക് ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് ഫൈനൽ പേയ്മെന്റ് ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എക്സിന്റെ 4,755. അപ്പൊ എക്സിന് കൊടുക്കേണ്ട ഫൈനൽ പേയ്മെന്റ് 4,755 ആണ്. ഇനി വൈയുടെ കേസ് നോക്കുവാണെങ്കിൽ വൈക്ക് ക്രെഡിറ്റ് സൈഡാണ് ബാലൻസ് വരുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണ് ഇവിടെ ഷോ ചെയ്യുന്നത്. അപ്പം 7,295 ആണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത്. 10,000 ആണ് ടോട്ടൽ. അപ്പം ഇത് ഫൈനൽ പേയ്മെന്റ് അല്ല, കൊണ്ടുവരേണ്ടതാണ് വൈ. അപ്പൊ നോക്കുവാണെങ്കിൽ എൻട്രി നോക്കുവാണെങ്കിൽ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഫൈനൽ പേയ്മെന്റ് 4,755. അതായത് ക്രെഡിറ്റ് ബാലൻസ് ആണ് എക്സിന് ഉള്ളത്. അതായത് എക്സിന് ഇത്രയും പേയ്മെന്റ് അങ്ങോട്ട് ഇനി കൊടുത്താൽ മതി. ഡിസോൾവ് ചെയ്യാൻ കമ്പനി കംപ്ലീറ്റ് ആയിട്ടും അടച്ചുപൂട്ടുന്ന സമയത്ത് ഇനി എക്സിന് ഇത്രയും രൂപ ഇനി അങ്ങോട്ട് ഫൈനൽ ആയിട്ട് കൊടുത്താൽ മതി. അതാണ് 4,755. ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ് എക്സിന്റെ വരുന്നത്. ലാസ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു വൈസ് ക്യാപിറ്റൽ 7,295. അപ്പൊ ഇത്രയും റുപ്പീസ് ഇതെന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന വൈയുടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും രൂപ ഇത്രയും എമൗണ്ട് വൈ ബിസിനസ്സിലോട്ട് കൊണ്ടുവരണം. ബിസിനസ്സിലോട്ടല്ല, കംപ്ലീറ്റും ഡിസോൾവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വൈ തന്നെ അങ്ങോട്ട് പേയ്മെന്റ് നടത്തുന്നതായിട്ട് വരണം. ഇത്രയും തന്നെ കൊണ്ടുവരേണ്ടി വരുന്നുണ്ട്. വൈക്ക് യാതൊരു പേയ്മെന്റും തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നില്ല. ഇനി ലാസ്റ്റ് ബാങ്ക് അക്കൗണ്ട് കൂടി മാത്രം. To balance brought on credit debit side to cash 20,000, bank 560, the opening balance. To realization asset realize ചെയ്തിരിക്കുന്നത് 16,400. To wise capital 7,295. ഇത് വൈ കൊണ്ടുവരേണ്ടതാണ്, വൈ ബ്രോട്ട് ചെയ്യേണ്ടതാണ്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ബൈ റിയലൈസേഷൻ എക്സ്പെൻസ് 2,000, ബൈ റിയലൈസേഷൻ ക്രെഡിറ്റേഴ്സ് 25,000. അടുത്ത ബൈ റിയലൈസേഷൻ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ 2,500 പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ബൈ റിയലൈസേഷൻ ലോൺ ഫ്രം മിസ്സിസ് എക്സ് 4,000. അടുത്ത ബൈ വൈസ് ലോൺ 6,000. ബൈ എക്സ് ക്യാപിറ്റൽ 4,755. ടോട്ടൽ വരുന്നത് 44,255. ഇതെല്ലാം കംപ്ലീറ്റ് നമ്മൾ എൻട്രീസ് വെച്ച് പോസ്റ്റ് ചെയ്യേണ്ട മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രോബ്ലത്തിനകത്ത് പുതിയതായിട്ട് വന്ന ഒരേ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ടാണ്. അതിന്റെ ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഇത്രയേ ഉള്ളായിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഒന്നും തന്നിട്ടില്ല. ബാലൻസ് ഷീറ്റിനകത്ത് മാത്രമേ ഐറ്റം തന്നിട്ടുള്ളെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒറ്റ എൻട്രി ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ റേഷ്യോയിൽ വീതിച്ച് മൊത്തത്തിൽ കൊടുത്താൽ മതി. അഥവാ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറച്ച് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ചെയ്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ആദ്യം റിയലൈസേഷനിലോട്ട് മാറ്റണം. റിയലൈസേഷനിൽ നിന്ന് മാറ്റിയതിനു ശേഷമേ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് മാറ്റിയതിനു ശേഷം മിച്ചം വരുന്ന എമൗണ്ട് വേണം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റാൻ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട 3 എൻട്രീസ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് നോക്കിക്കോണം. എന്തെങ്കിലും ഈ പ്രോബ്ലത്തിൽ എവിടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചു ചോദിക്കാം. ഓക്കെ, സോ അപ്പൊ നന്നായിട്ട് നോക്കുക, നന്നായിട്ട് ഇത് പഠിക്കുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.